ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ഇനി പറയാൻ പോകുന്ന കാര്യം വൻകുടലിനെ കുറിച്ചിട്ടാണ്. വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ശ്രദ്ധിക്കൂ, ഈ ലാർജ് ഇൻറ്റസ്റ്റൈനില് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ചെറുകുടലിൽ നിന്ന് ഭക്ഷണത്തിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളെയും ചെറുകുടൽ സ്വാംശീകരിച്ചു. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എല്ലാതും ചെറുകുടൽ വലിച്ചെടുത്തു. ഇനി അത് എന്തുമാത്രം എന്താണെന്നാ പറഞ്ഞത് നമ്മളത്? ഇനി ചെറുകുടൽ കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റായി അല്ലെ, പിന്നെ അതിന് ഫുഡ് എന്ന് പറയില്ല. പിന്നെ വീണ്ടും ആ വേസ്റ്റ് ഇങ്ങനെ ഏതാണ്ട് 1.5 മീറ്ററോളം ദൂരത്തിൽ ചെറുകുടലിലൂടെ വൻകുടലിലൂടെ ഇങ്ങനെ പോവുകയാണ്. അതിന്റെ ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ വേസ്റ്റ് എന്ന് പറയുന്ന സംഗതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒന്നുമില്ല എങ്കിൽ പിന്നെ അത് വൻകുടൽ എന്ന് പറയുന്ന സംഭവത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയണത് മനസ്സിലായി എന്താണെന്ന്? പിന്നെ നേരെ പുറത്തേക്ക് കളഞ്ഞൂടെ? പിന്നെ എന്തിനാണ് ഒരു വൻകുടൽ? അപ്പോ വൻകുടലിലൂടെ അത് പോകുന്നു എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇനിയും എന്തൊക്കെയോ ശരീരത്തിന് കിട്ടാനുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? എന്തൊക്കെയോ കിട്ടാനുണ്ട്. എന്താണ് കിട്ടാനുള്ളത്? കിട്ടാനുള്ള പ്രധാനപ്പെട്ട സാധനം വേറൊന്നുമല്ലാത്രേ, വെള്ളം, ജലമാണെന്നാ പറയാം. കേൾക്കണ്ട? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാറുണ്ട്. ഭക്ഷണത്തിന് മുൻപും വെള്ളം കുടിക്കാറുണ്ട്. ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കാറുണ്ട്. എന്താ വെള്ളം കുടിക്കുന്നത്? എപ്പോഴാ വെള്ളം കുടിക്കുന്നത്? എപ്പോഴാ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തോന്നുക? എപ്പോഴാ നിങ്ങൾ വെള്ളം കുടിക്കുക? ദാഹിക്കുമ്പോ. വെരി ഗുഡ്, ദാഹിക്കുമ്പോ. അതായത് ദാഹിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ശരീരം നമ്മളെ തോന്നിപ്പിക്കുന്ന ഒന്നാണ് ദാഹം. എത്തിയിട്ടുള്ളോ? അപ്പോ ദാഹിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ശരീരം നമ്മളെ അറിയിക്കുക. അതാണ് ദാഹം. അങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ വായിലൂടെ കുടിക്കുന്ന വെള്ളം ശരീരം വലിച്ചെടുക്കുന്നത് പ്രധാനമായിട്ടും എവിടെ വെച്ചിട്ടാണെന്നാ പറയണത്? വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈൻ വെച്ചിട്ടാണെന്ന്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില വൈറ്റമിൻസ് ഉണ്ട്. ആ വൈറ്റമിൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണെന്നാ പറഞ്ഞത്. വൻകുടലിൽ ചില ബാക്ടീരിയകൾ ഉണ്ടെന്നാ പറഞ്ഞത്. നമ്മുടെ വൻകുടലിലെ ചില ബാക്ടീരിയകൾ കേൾക്കണ്ട? ആ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബാക്ടീരിയകളാണ്. ശരീരത്തിന് ആവശ്യമായ ചില പദാർത്ഥങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ബാക്ടീരിയകൾ വേണം. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ശത്രുവാണെന്ന്. തോന്നാറില്ലേ? ബാക്ടീരിയ വളരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണം, പഴയ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം ബാക്കി വന്നാൽ അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കളയേ. ബാക്ടീരിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ? ഫ്രിഡ്ജിൽ വെക്കും അല്ലേ? ആ ബാക്ടീരിയ അല്ല ഇവിടുത്തെ ബാക്ടീരിയ. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇനി ബാക്ടീരിയ തന്നെ നല്ലതന്നെ ഒരു പരിധി വിട്ടാലും അപകട. അപ്പൊ ബാക്ടീരിയ നമ്മുടെ വൻകുടലിൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ബാക്ടീരിയ ഉണ്ട് എന്നാ പറയണത്. ഈ ബാക്ടീരിയകള് പ്രവർത്തിച്ച് നമ്മുടെ വൻകുടലിന്റെ ഭാഗത്ത് നിന്ന് ചില വൈറ്റമിൻസ്, വിറ്റാമിൻ കെ പോലെയുള്ള ചില വൈറ്റമിൻസ് പ്രത്യേകിച്ച് പറയുന്നു, വിറ്റാമിൻ കെ പോലെയുള്ള ചില വൈറ്റമിൻസ് ഇത് ആഗിരണം ചെയ്യുന്നു. ഇത് വെള്ളത്തിൽ കലർത്തി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഈ വൈറ്റമിൻ കെ പോലുള്ളത് ശരീരത്തിനുള്ളിലേക്ക് വരുന്നു എന്നാ പറഞ്ഞത്. എവിടെ വെച്ചിട്ട് വരുന്നു? എവിടെ വെച്ച് വരുന്നു? പറയൂ. സ്മോൾ ഇൻറ്റസ്റ്റൈനാ? എന്നെ കൊല്ല് നിങ്ങളെല്ലാവരും. ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോ അത് ശരി, പേജ് നമ്പർ നോക്കിട്ടാ പറഞ്ഞത്. ഞാൻ പറയണത് കേൾക്കുന്നില്ലേ? അപ്പോ
ഞാൻ പറയണത് കേട്ടിട്ട് പറയും നിങ്ങൾ. പേജ് നമ്പർ നമുക്ക് ഒരുമിച്ച് വായിക്കാം കേട്ടാ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വായിക്കാൻ പോവാണ്. ഓക്കെ. ആ അപ്പോ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പോ വൻകുടൽ ഇങ്ങനെ നീളത്തില് വണ്ണത്തില് ഏകദേശം 1.5 മീറ്ററോളം നീളത്തിൽ ഒരു കുടൽ ഇങ്ങനെ നമ്മുടെ വയറിൽ വീണ്ടും എന്തിന്? വേസ്റ്റ് ആണ് അതിലൂടെ പോകുന്നതെങ്കിൽ എന്തിന്? ആ പോകുന്ന വേസ്റ്റിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ചില ഗുണപ്രദമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം, വാട്ടർ. മറ്റൊന്ന് ചില വൈറ്റമിൻസ്. അതുകൂടാതെ ചില ലവണങ്ങളും ഉണ്ട് എന്നാ പറഞ്ഞു. എന്താണ് ലവണം? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാൽസ്യം. ഒരു ഉദാഹരണമായിട്ട് പറയാണ് കാൽസ്യം. കേട്ടിട്ടുണ്ടോ കാൽസ്യം? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ് കാൽസ്യം. കേട്ടിട്ടുണ്ടോ? എന്തിനാ കാൽസ്യം? എല്ലിനും പല്ലിനും. ബെസ്റ്റ്. എല്ലിനും പല്ലിനും. എല്ലും പല്ലും ഉറപ്പുള്ള എല്ലും ഉറപ്പുള്ള പല്ലും നമുക്കുണ്ടാകണമെങ്കിൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയും. അപ്പൊ ഈ കാൽസ്യം പോലുള്ള ചില ലവണങ്ങളെല്ലാം സ്വാംശീകരിക്കപ്പെടുന്നതും എവിടെ വെച്ചിട്ടാണെന്നാ പറയണത്? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പോ ലാർജ് ഇൻറ്റസ്റ്റൈനിലൂടെ ഈ മാലിന്യം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ഇനിയും കിട്ടാനുള്ളത് ശരീരം വലിച്ചെടുക്കും. അങ്ങനെ കിട്ടാനുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളാണ്: ഒന്ന് വെള്ളം, രണ്ട് കാൽസ്യം എന്ന് പറയണ്ട, നമ്മൾ എന്താ ലവണം. ഇവിടെ കാൽസ്യം എന്ന് പറഞ്ഞിട്ടില്ല, ലവണം എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ലവണം. പിന്നെയോ വൈറ്റമിൻ. വൈറ്റമിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, വൈറ്റമിൻ കെ. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത്. ഇനി അതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. ആ ഒരു കാര്യം പറയണതിന് മുൻപ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞത് നോക്കാം. നോക്കല്ലേ നമ്മള്? ഓക്കെ. The digestive waste left after absorption of nutrients move towards the large intestine. A major portion of salt and water left after the absorption of small intestine are absorbed in the large intestine. പോയിന്റ് മനസ്സിലായില്ലേ? എന്തൊക്കെയാ ഇവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നത്? എവിടേക്കാ? ഒന്ന് മാർക്ക് ചെയ്തേ. എന്തൊക്കെയാ? സാൾട്ട് ആൻഡ് വാട്ടർ. എന്തൊക്കെയാ ഇവിടെ അബ്സോർബ് ചെയ്യണത്? Salt and water. Certain bacteria residing in the large intestine produce substance like vitamin K. അപ്പൊ അതും പഠിക്കുക അല്ലേ? What helps to produce vitamin K? ഒരു ചോദ്യം ഇതാണ്. What produced അല്ലെ? Which vitamin produced in large intestine? ഏതാ? vitamin K. What helps to produce vitamin K? ഏതാ? Certain bacteria. The absorption of these substances also take place in large intestine. Subsequently, the digestive waste stored in rectum. പിന്നെ ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞുള്ളതാ. ഡൈജസ്റ്റീവ് വേസ്റ്റ് എവിടെ സ്റ്റോർ ചെയ്യും? റെക്ടം. ആൻഡ് എലിമിനേറ്റഡ് ഔട്ട് ത്രൂ ദ anus. അല്ലെ? എന്നിട്ട് അത് anusലൂടെ പുറത്തു കളയും. The process of digestion is completed through various complex processes taking place in the digestive tract. It requires about 4 to 5 hours. Digestion നടക്കാൻ എത്ര സമയം വേണമെന്നാ പറയുന്നത്? 4 to 5 hours. Hence it is necessary to regulate the intake of food accordingly. അതായത് എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? എപ്പോഴും തിന്നുകൊണ്ടിരിക്കും അവര്. അത് നല്ല ഏർപ്പാടാണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളെല്ലാവരും അങ്ങനത്തെ ആൾക്കാരാ? കിട്ടുമ്പോ മാത്രം തിന്നുള്ളൂ അല്ലേ? അപ്പോ അങ്ങനത്തെ ആളുകള് അവരുടെ കാര്യം പോക്കാണ്. കാരണം അവരുടെ വയറ്റില് ഭക്ഷണം ഡൈജഷൻ നടക്കാനുള്ള സമയം അവർ കൊടുക്കണില്ല. അങ്ങനത്തെ അവസ്ഥയൊക്കെ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അജീർണം എന്നൊക്കെ പറയും, ദഹനക്കേട്. ശരിക്കും ഭക്ഷണം നമ്മളിപ്പോ ശരിക്കൊരു പ്രാവശ്യം നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ, ഇപ്പൊ നിങ്ങൾക്കൊന്നും അല്ലാട്ടാ, പ്രായ ആൾക്കാരാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എപ്പോ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം, കുഴപ്പമില്ലേ? നിങ്ങൾ കളിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ?
വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ചാടി ഓടി കളിക്കാറുണ്ടാ? അങ്ങനെയൊക്കെ ചെയ്യാ. അപ്പൊ എപ്പോ വേണമെങ്കിലും കഴിക്കാം. പ്രായമായ ആൾക്കാര് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? കുറച്ച് ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചാൽ കുറച്ച് സമയം എടുത്തിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ. അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിച്ചാൽ കുറെ അസുഖങ്ങൾ നമുക്ക് ഇല്ലാണ്ടേ പോകും. ഭക്ഷണമാണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന സാധനം. ഓക്കെ. അപ്പൊ നമ്മളിനി അടുത്തേക്ക് പോവാണ് കേട്ടോ. എന്താണ് ഇനി അടുത്തത്? ഇവിടെ ഒരു ഭാഗം പ്രത്യേകം ഒന്ന് എടുത്ത് പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ദഹന വ്യവസ്ഥയുടെ അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പല ഭാഗങ്ങളിലും വെച്ച് ഭക്ഷണത്തിനുണ്ടാകുന്ന പല മാറ്റങ്ങളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഭക്ഷണത്തിന് മാറ്റങ്ങൾ ഉണ്ടായതിനു ശേഷം അത് ചെറുകുടലിൽ വെച്ച് രക്തത്തിലേക്കും പിന്നെ വേറെന്തോ ഒന്നിലേക്കും അത് കയറുന്നു എന്ന് പറഞ്ഞു. ഏതാ ഒന്ന്? ലാക്റ്റിയലിനുള്ളിലേക്ക്. ലാക്റ്റിയലിനുള്ളിൽ എന്താണെന്ന് പറഞ്ഞത് നമ്മള്? അല്ല, അത് കയറണത് എന്തിലേക്കാന്നാ പറഞ്ഞേ? ഒന്ന് മറിച്ച് നോക്കിയേ. പറഞ്ഞോ. അതന്നെ ലിംഫ്. അതന്നെ ലിംഫ്. ലാക്റ്റിയലിനുള്ളിലുള്ള ലിംഫിലേക്കും, അല്ലെ, കാപ്പിലറീസിനുള്ളിലുള്ള ബ്ലഡിലേക്കും ലാക്റ്റിയലിനുള്ളിലുള്ള ലിംഫിലേക്കും ഇത് കീറുന്നു എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഈ ന്യൂട്രിയൻസ് അതിലേക്ക് കയറിപ്പോണത്? എങ്ങനെയാണിത് കയറിപ്പോണത്? എങ്ങനെയാണിത് കയറിപ്പോണത്? ഇപ്പൊ നമ്മളൊരു പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോ ആ വെള്ളം പൈപ്പിലൂടെ തന്നെയാണ് ഒഴുകുള്ളൂ, അല്ലെ? അത് സൈഡിലൂടെ വേറെ വല്ലയിടത്തിലേക്കും പോവോ? ഇല്ല. അപ്പൊ നമ്മൾ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ കുറച്ച് എന്താണ് ഈ എന്തെങ്കിലും സാധനങ്ങൾ പൊങ്ങിക്കിടക്കുന്നതോ അല്ലെങ്കിൽ മുങ്ങിക്കിടക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, വല്ല ഉമിയോ തവിടോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കുറച്ച് ഇട്ടു എന്ന് വിചാരിച്ചോ. അപ്പൊ അത് കലങ്ങിയ വെള്ളം ഇങ്ങനെ പോവാണ്. അപ്പൊ ആ വെള്ളം എവിടേക്കാണ് പോകുന്നത്? അവിടേക്ക് തന്നെയല്ലേ ഈ സാധനം പോവാ. അല്ലാതെ പൈപ്പിന്റെ സൈഡിൽ കൂടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഇറങ്ങി പോവും അത്? ഇല്ല. പക്ഷെ ഇവിടെ ഡൈജസ്റ്റീവായിട്ടുള്ള ഭക്ഷണത്തിന്റെ കൂടെ പോകുന്ന എന്തൊക്കെ സാധനങ്ങളാ? ഗ്ലൂക്കോസ്, സുക്രോസ്, പിന്നെ ഏതാ? മാൾട്ടോസ്, അല്ലെ? പിന്നെയോ അമിനോ ആസിഡ്. ഇതും അതുകൂടാതെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഇതെല്ലാം ഡൈജഷന് ശേഷം ഉണ്ടായതാണ്. എന്നാൽ അതേ സമയം തന്നെ അത് ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിന്റെ ഒപ്പം അഥവാ വേസ്റ്റിന്റെ ഒപ്പം ഇങ്ങനെ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന കുഴലിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ്, ലാക്റ്റിയൽസ്, ഇതിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലേക്ക്, ഇതിൽ നിന്നും വേർതിരിഞ്ഞ ആ ദ്രാവകത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നു സൈഡിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു? അതായത് നേരെ പോകാൻ വഴിയുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ നേരെ പോവാതെ അത് സൈഡിലേക്ക് ബ്ലഡിന്റെ കുഴലിലേക്കും ലാക്റ്റിയലിലേക്കും ഒക്കെ അതിങ്ങനെ പോകുന്നു. എന്തുകൊണ്ട്? എങ്ങനെ അത് സാധ്യമാണ്? അതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയണം. അത് ചിന്തിക്കേണ്ട കാര്യല്ലേ? അത് അല്ലേ, ഒരു അതിശയമുള്ള കാര്യല്ലേ? അപ്പൊ അതെങ്ങനെ സംഭവിക്കും നോക്കാം. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, സാധാരണ ചെറിയ പാർട്ടിക്കിൾസ് അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് തന്മാത്രകൾക്കിടയിലൂടെ എന്ത് ചെയ്യും? സഞ്ചരിക്കാനുള്ള പ്രവണത ഉള്ള ചില പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. ഒരു റൂമിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ ആ വീടിന്റെ അകം മുഴുവനും മണം. അയ്യോ, അതിനൊരു പേരുണ്ടല്ലോ. ഫ്യൂഷൻ അല്ല, ഡിഫ്യൂഷൻ അല്ലെ? അങ്ങനെയല്ലേ? ഡിഫ്യൂഷൻ. മലയാളത്തിലാ അങ്ങനെ തന്നെ, ഡിഫ്യൂഷൻ.
ഡിഫ്യൂഷന് വേറൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു തുണ്ട് മഷി ഒറ്റിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അതാ വെള്ളത്തിന് മുഴുവൻ അതിങ്ങനെ ലയിച്ചു ചേരും അല്ലെ? നിങ്ങൾ ഫിഷ് ടാങ്കില് വെള്ളത്തിൽ ഒഴിക്കുന്ന ഒരു തരി ഒരു ഇത് കിട്ടും, നീല കളറിലുള്ള ഒരു സാധനം, മഷി പോലത്തെ. അത് ഒറ്റിക്കുമ്പോഴേക്കും കാണാം, കുറച്ച് കഴിയുമ്പോഴേക്കും അത് വെള്ളത്തിലാകെ പരക്കും. കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് ഡിഫ്യൂഷൻ. അതാണ് ഡിഫ്യൂഷൻ. അത് വെള്ളത്തില്. അതേപോലെ വാതകത്തിൽ നടക്കുന്ന ഡിഫ്യൂഷനാണ് ചന്ദനത്തിരിയുടെ മണം. അപ്പൊ ഡിഫ്യൂഷൻ വാതകത്തിലും വെള്ളത്തിലൊക്കെ നടക്കുന്ന ഒരു സംഗതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കേൾക്കണ്ട? ഓക്കെ. അപ്പോ ഇത്തരം ഒരു പരിപാടി നമ്മുടെ ചെറുകുടലിലൂടെ ഈ പറയുന്ന ഭക്ഷണവും അതിന്റെ കൂടെ സാധനങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് സ്വയം ഈ കണികകൾ മുന്നോട്ട് പോകുന്നതിന് പകരം, നേരെ പോകുന്നതിന് പകരം അതെന്ത് ചെയ്യുന്നു? സൈഡിലേക്കൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. മനസ്സിലായ? പ്രത്യേകിച്ച് ലാക്റ്റിയൽസിനുള്ളിലേക്ക് പോകുന്ന സാധനങ്ങൾ ഏതൊക്കെയാ? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഇങ്ങനെയാണ് അത്ര ചന്ദനത്തിരിയുടെ മണം പോകുന്ന പോലെ പോകുന്ന ആൾക്കാരാണെന്നാ പറയുന്നത്. അല്ലെങ്കിൽ വെള്ളത്തിലൊഴിക്കുന്ന മഷി പരക്കുന്നത് പോലെ പോകുന്ന ആൾക്കാരാണെന്നാ പറയുന്നത്. മനസ്സിലായ? ലാക്റ്റി ആസിഡും ഗ്ലിസറോളും എന്ന് വെച്ചാൽ ഈ ചെറുകുടലിനൊരു ചർമ്മമുണ്ട്. ചർമ്മം, ഒരു ഭിത്തി. ആ ഭിത്തിയുടെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് പരക്കുന്നു. മനസ്സിലായേ പറഞ്ഞു? ഭിത്തിയുടെ പ്രത്യേകത മാഷ് പറഞ്ഞില്ലായിരുന്നു, വളരെ നേർത്ത ഭിത്തിയാണ് അല്ലേ? മനസ്സിലായ? അപ്പൊ അങ്ങനെ നേർത്ത ഭിത്തിയിലൂടെ അവര് സ്വയം അങ്ങോട്ട് പോവാണ് അവര്. നമ്മളതിന് പറയുന്ന വാക്കെന്താ? ഡിഫ്യൂഷൻ. ആരൊക്കെ അങ്ങനെ പോകുന്ന ആൾക്കാര്? ആരൊക്കെയാ? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഓക്കെ. അപ്പോ വേറെ ആൾക്കാരുണ്ടല്ലോ. ആരത്? അവരാണ് ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. അവരൊക്കെ പോണ്ടേ? അവരും പോണ്ടേ? അവര് ബ്ലഡിലേക്കാണ് പോകേണ്ട ആൾക്കാർ. മറ്റത് ലാക്റ്റിയലിലേക്കാണ് പോകുന്നത്, ഇവര് ബ്ലഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ബ്ലഡിലേക്ക് പോകുന്ന ആൾക്കാർ അവരെങ്ങനെ പോകുന്നു? അവര് സ്വയം പോകുന്നുണ്ടോ? അവര് സ്വയാണോ പോകുന്നത്? സ്വന്തം ഇഷ്ടപ്രകാരമാണോ പോകുന്നത്? അല്ലാത്രേ. പിന്നെയോ അവരെങ്ങനെ പോണത്? വേറൊന്നല്ല, ഇവരിങ്ങനെ ഈ കുഴലിലൂടെ ഭക്ഷണത്തിന്റെ ഒപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ചെറുകുടലിന്റെ ഭിത്തിയിൽ നിന്ന്, ശ്രദ്ധിക്കേട്ടാ, ചെറുകുടലിന്റെ ഭിത്തിയിൽ ഒളിച്ചിരിക്കുന്ന ചില ആൾക്കാരിന്റെ അത്ര ആ ആൾക്കാർ വന്നിട്ട് ഇപ്പോ ഒരു ഗ്ലൂക്കോസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഗ്ലൂക്കോസിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറയണത്? ഈ ആൾക്കാര്, ഈ ഒളിച്ചിരിക്കുന്ന ആൾക്കാര് പെട്ടെന്ന് കൈ നീട്ടിയിട്ട് ഈ ഗ്ലൂക്കോസിനെ ഒറ്റപ്പെടുത്താം, പിടിച്ചിട്ട് വലിച്ചിട്ട് ബ്ലഡിലേക്ക് ഇടും. മനസ്സിലായില്ലേ? ചില ആൾക്കാര് തോടിന്റെ വക്കത്ത് മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഒരു സിനിമയിലുണ്ട്, ഏതാണ്? കുമ്പളങ്ങി നൈറ്റ്സാ അങ്ങനെ. ഭയങ്കര എക്സ്പെർട്ടായ ആളുകൾക്ക് പറ്റുള്ളൂ കേട്ടാ മീനെ കാലുകൊണ്ട് ചവിട്ടി പിടിക്കുന്നത്. കണ്ടിട്ടില്ലേ? സിനിമയുടെ കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല. കുമ്പളങ്ങി. എന്താ ഓർമ്മ. അല്ലെങ്കിൽ ഞാൻ അതുലേ എന്ന് വിളിച്ചാ മിണ്ടാത്ത ആൾക്കാരാ. സിനിമയുടെ കാര്യം ചോദിച്ച വഴിക്ക് വന്നു അല്ല അതുലേ? സിനിമ എന്ന് പറഞ്ഞ ജീവനാണ്. ഇനി വലുതാവുമ്പോ ഒരു സിനിമ നടൻ ആയിക്കോളൂ കേട്ടാ. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു സിനിമ നടനുണ്ട് കേട്ടാ. ഒരാളും കൂടി ആവട്ടെ. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഒരു സിനിമ നടൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച ഒരു സിനിമ നടൻ ഉണ്ടായിട്ടുണ്ട്. അത് നായകനായിട്ട് അഭിനയിച്ച്. ഒരു ബാലചന്ദ്ര മേനോന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളുണ്ട്, ഒരുത്തണ്ട്, നമ്മുടെ മനക്കൊടിയിലുള്ള ആളാ. ചാർലി എന്നാണ് അവന്റെ പേര്. കേട്ടിട്ടുണ്ടാ? പിന്നെ സിനിമയിൽ വേറെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങള് നോക്കി നോക്കൂ.
ചാർലിയിലത്തെ നായകൻ. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ മാഷ് പഠിപ്പിച്ചുള്ള 3 കൊല്ലം കേട്ടാ. അപ്പോ ശ്രദ്ധിക്കൂ, ഈ മീനെ അങ്ങനെ തോട്ടിന്റെ പക്കത്തിരുന്ന് ചില ആൾക്കാർ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കും, ഇങ്ങനെ അതിങ്ങനെ ഒഴുകി പോവും. അപ്പൊ ഒരു പിടുത്തം പിടിച്ചിട്ട് കരക്കിലിടും. അതേപോലെ ചില ആളുകൾ എന്ന് പറഞ്ഞ ആളുകളല്ല, ചില സെൽസ്, എന്താണെന്നാ പറഞ്ഞത്, സെല്ലുകൾ. സെൽ, അതായത് സ്മോൾ ഇൻഡസ്റ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണല്ലോ, ഒരു കോശങ്ങൾ കൊണ്ടാണല്ലോ. ആ കോശങ്ങളിൽ ചില കോശങ്ങൾ എന്ത് ചെയ്യുന്ന പറയണത്, ഈ ഗ്ലൂക്കോസിനെയും സൂക്രോസിനെയും ഫ്രാക്ടോസിനെയും ഗാലക്ടോസിനെയും അമിനോ ആസിഡിനെയും ഒക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും, ബ്ലഡിലേക്ക് വലിച്ചു കയറ്റുന്ന പറയണത്. മനസ്സിലായോ? അപ്പോ ഈ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ശരിക്കും ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ഒക്കെ പോണത്? ആണോ? അല്ല, പിന്നെ എങ്ങനെയാ അവര് പോണത്? എങ്ങനെയാ പോണത്? ചില സെല്ലുകളുടെ സഹായത്തോടെ, ആ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ സെല്ലുകൾ എന്നല്ല അത്ര, ചില പ്രോട്ടീനാണ് കേട്ടാ, സെല്ലല്ല, പ്രോട്ടീൻ. ചില പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ. എങ്ങനെ? ചില പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ സഹായത്തോടെ. എങ്ങനെ പറഞ്ഞേ? അതേസമയം നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങനെ പോണത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങനെ പോണത്? പറയൂ. പോയാ കുമ്പളങ്ങനെ എന്നും പറയണ ആൾക്കാർ പറഞ്ഞ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങനെ പോണത്? പറയൂ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും വല്ലവരുടെയും സഹായത്തോടെയാണോ പോണത്? അല്ല, അത് സ്വന്തം നിലയ്ക്ക് പോവാണ്. അതിനെന്താ ഒരു പേര് പറഞ്ഞല്ലോ നമ്മള്, ഡിഫ്യൂഷൻ. എന്നാൽ എന്താണ് ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, പിന്നെ എന്താണ് അമിനോ ആസിഡ്, ഇതൊക്കെ പോണത് എങ്ങനെയാ? എങ്ങനെ പറയൂ, ഉറപ്പിച്ചു പറയൂ. പഠിക്കുകയാണ് നമ്മള്, പഠിക്കാൻ വേണ്ടിട്ട് ഈ പറയണത്. പറയൂ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ് അതിനെ പറയുന്നത്. അതിനൊരു പേരുണ്ട്, അതിനും പേരുണ്ട്. എന്താ അതിന്റെ പേര്? പറയൂ. എന്താ പേര്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താ അതിന് പറയുന്ന പേര്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഒന്നുകൂടി പറഞ്ഞേ. ഡിഫ്യൂഷൻ. ഓക്കെ. അപ്പോ ഇതൊക്കെ പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ ചെറുകുടലിന്റെ ഉള്ളിൽ നിന്ന് പോകുന്ന കാര്യം പറഞ്ഞു. എന്നാൽ ചെറുകുടലിന്റെ ഉള്ളില് മാത്രമല്ല ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നത് നമ്മൾ കുറച്ച് നേരത്തെ മനസ്സിലാക്കി. എവിടെ നിന്നും കിട്ടുന്നുണ്ട്? ലാർജ് ഇൻഡസ്റ്റൈൻ നിന്നും കിട്ടുന്നുണ്ട്. ലാർജ് ഇൻഡസ്റ്റൈൻ നിന്ന് പ്രധാനമായിട്ടും കിട്ടുന്ന സാധനം ഏതാ? സോൾട്ട് ആൻഡ് വാട്ടർ. പ്രധാനമായിട്ടും കിട്ടുന്നത് ഏതാ? അത് പറയും. വാട്ടർ. അതാണ് വാട്ടർ. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്ത് വാട്ടർ കംപ്ലീറ്റ്. വാട്ടർ അധികം ഉണ്ടെങ്കിൽ വാട്ടർ യൂറിൻ്റെ ഉള്ളിൽ കൂടെ പോവാ. യൂറിനേഷൻ നടത്തില്ലേ നമ്മള്, ആ യൂറിനിലൂടെയാണ് അധികമുള്ള വാട്ടർ പോവാ കേട്ടാ. അല്ലാതെ എന്താ പറയാ, നമ്മള് ഈ വേസ്റ്റ് പോകുന്നതിന്റെ കൂടെ വാട്ടർ പോവില്ല. വേസ്റ്റ് പോകുന്നതിന്റെ കൂടെ വാട്ടർ വല്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് അതൊരു അസുഖമാണ്. അത് കേട്ടില്ലേ? നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോവും. എന്താ അസുഖത്തിന്റെ പേരെന്നറിയോ? ആ അസുഖത്തിന്റെ പേരായി വയറിളക്കം. വെരി ഗുഡ്. അതന്നെ. എടാ, അനുഭവമുള്ള ആൾക്കാർക്ക് അറിയാത്. അതാണ്
നോക്കുക. അപ്പോ ഈ അങ്ങനത്തെ അസുഖം ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോ നോക്കട്ടാ. അപ്പൊ അതിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാ? വെള്ളം. വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ഇപ്പോ നല്ല പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് വെള്ളം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്ന പറയണത്, വെള്ളം സഞ്ചരിക്കുന്ന പറയണത്. കൂടുതലുള്ളിടത്ത് ശ്രദ്ധിക്കേട്ട, എങ്ങനെ കൂടുതലുള്ളിടത്തുനിന്ന് കുറഞ്ഞ അവിടത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു പാത്രത്തില് ശുദ്ധമായ വെള്ളം എടുക്കാം. ശുദ്ധമായ വെള്ളം കേൾക്കണ്ട? ഒരു പാത്രത്തില് ശുദ്ധമായ വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു എന്താണ് നമ്മുടെ എന്താ പറയാ, സ്ട്രോ എടുത്തു. കാണണ്ട നിങ്ങള്? കാണണില്ലേ നിങ്ങള്? ആ സ്ട്രോ എടുത്തിട്ട് സ്ട്രോയുടെ ഈ അടിഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മള് ഈ കോഴിമുട്ട പുഴുങ്ങിക്കഴിഞ്ഞാൽ അത് തൊണ്ട് പൊട്ടിക്കുമ്പോ ഒരു പാട പോലെ ഒരു സാധനം കാണാം, കണ്ടിട്ടില്ലേ? അങ്ങനത്തെ പാട നമ്മൾ ഇതാ ഇവിടെ വെച്ച് കെട്ടി കേട്ടാ. ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ പാട കൊണ്ട് ഇതാ ഇതിങ്ങനെ കെട്ടി. ഓക്കെ, മനസ്സിലായല്ലോ ഇത് കെട്ടിയത്? എന്നിട്ട് ഇതില് നല്ല കട്ടിയായിട്ട് ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. കട്ടിയായിട്ട് ഉപ്പ് കലക്കിയ വെള്ളം ഇതാ ഇങ്ങനെ ഒഴിച്ചുട്ടാ. എന്നിട്ട് ഈ സാധനം നേരെ ഇതിലേക്ക് ഇറക്കി. ഈ സാധനം നേരെ ഇതിലേക്ക് ഇറക്കുമ്പോ ശ്രദ്ധിക്കേട്ടാ, ഉപ്പ് കലക്കിയ വെള്ളം വല്ലാതെ മുക്കണില്ലേ, അത് കുറച്ച മുക്കണ. ഉപ്പ് കലക്കിയ വെള്ളം ഇതാ ഇങ്ങനെ നിക്കണത് കേട്ടാ. ഈ ലെവലിൽ നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഉപ്പ് കലക്കിയ വെള്ളം കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കണത്. ഓക്കെ, കുറച്ചു നേരം കഴിഞ്ഞാൽ കാണാം ഈ ഉപ്പ് കലക്കിയ വെള്ളം ഉണ്ടല്ലോ, അതിന്റെ ലെവല് ഉയർന്നുണ്ടാവും, മുകളിലേക്ക് ഉയർന്നുണ്ടാവും. കേൾക്കണ്ട? ഉപ്പ് കലക്കിയ വെള്ളം മുകളിലേക്ക് എന്തുണ്ടാവും? ഉയർന്നുണ്ടാവും. അതായത് ആ സ്ട്രോയിലത്തെ വാട്ടർ ലെവൽ കൂടിയുണ്ടാവും. ഈ വെള്ളം എവിടെ നിന്ന് വന്നു? ഈ സ്ട്രോയുടെ ഉള്ളിലേക്ക്. അപ്പൊ വെള്ളത്തിന്റെ അളവ് കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഉള്ളിലേക്ക് പുതിയ വെള്ളം വന്നു എന്നല്ലേ? എവിടെ നിന്നാണ് ആ പുതിയ വെള്ളം വന്നത്? ഒന്ന് ആലോചിച്ച് പറയൂ. അല്ലേ? പാത്രത്തിലെ വെള്ളം അല്ലെ? പാത്രത്തിലെ വെള്ളം ഈ മുട്ടയുടെ നമ്മൾ പറഞ്ഞ ഈ വളരെ നേർത്ത സ്ഥലം, മെംബ്രെയിൻ, അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം അപ്പുറത്തേക്ക് കടന്നു. അങ്ങനെ ഇതിലേക്ക് കൂടി. അപ്പൊ അത് എന്തുകൊണ്ട് കൂടിയെന്ന് ചോദിച്ചാൽ, ഇവിടെ പ്യുവർ വാട്ടറാ, ഇവിടെ ഉപ്പ് കലങ്ങിയ വെള്ളം. അതായത് ഈ ഭാഗത്തുള്ള ദ്രാവകത്തിൽ വെള്ളത്തിന്റെ അംശം, ഉപ്പ് വെള്ളത്തിൽ വെള്ളത്തിന്റെ അംശം കുറവാണ്, വെള്ളത്തിന്റെ തന്മാത്രകൾ കുറവാണ്. എന്നാൽ ഇപ്പുറത്തെ ശുദ്ധമായ വെള്ളമായതുകൊണ്ട് അതിന് വെള്ളത്തിന്റെ മോളിക്യൂൾസ് എന്താ? കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിന്റെ മോളിക്യൂൾസ് കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തിലേക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? വെള്ളം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നത്. കേൾക്കണ്ട? വെള്ളത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കേൾക്കണ്ട? രണ്ടു ഭാഗത്തും വെള്ളം ഒപ്പാവുന്ന തന്മാത്രകൾ, മോളിക്യൂൾസ് ഏകദേശം ഒപ്പാവുന്നത് വരെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. രണ്ടു ഭാഗത്ത് ഏകദേശം ഒപ്പായി കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. കേൾക്കണ്ട? എന്താ വാട്ടറിന്റെ പ്രത്യേകത? പറയൂ. എന്താ വാട്ടറിന്റെ പ്രത്യേകത? എന്താ? ഓസ്മോസിസ്. അതിനൊരു പേരുണ്ട്. അതിന്റെ പേര് കേട്ടോളൂ. എന്താ അതിന്റെ പേരെന്താ? ഓസ്മോസിസ്. ഓസ്മോസിസ്. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഡിഫ്യൂഷൻ, അതാരത്? എന്തത് സംഭവം? എന്താ ദേവികെ? എന്താ പ്രശ്നം? കഴിഞ്ഞ
കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞ മാഷ് തുടങ്ങട്ടെ. ഓൺലൈൻ ആകുമ്പോ പിന്നെ ഒരു സൗകര്യം ഉള്ളതെന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കുക അല്ലേ? എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല. ആ പറയൂ. എന്താ അവള് ലെഫ്റ്റായി? വെരി ഗുഡ് കേട്ടാ, അതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പൊ ശരി. ആരാ ആരാ സംസാരിക്കുന്നത്? ദേവിക. ദേവിക ഏത് ദേവിക ബഹളം ഉണ്ടാക്കിയത്? BS അല്ലേ? PJ ആണ് അല്ലേ? PJ. ശരി. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ. ഇവിടെ ഇപ്പൊ 3 തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മള്. ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ഇത് 3 എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായോ? ഓസ്മോസിസ് എന്ന് പറഞ്ഞ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫ്യൂഷൻ എന്ന് പറയുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയാം. സിമ്പിൾ ഡിഫ്യൂഷൻ തന്മാത്രകൾക്കിടയിലൂടെ തന്മാത്രകൾ സഞ്ചരിക്കുന്ന പരിപാടി, ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക്. അത് സിമ്പിൾ ഡിഫ്യൂഷൻ. എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തന്മാത്രകൾക്കിടയിലേക്ക് തന്മാത്രകൾ പോകുന്നത് ചില പ്രോട്ടീന്റെ സഹായത്തോടെ. അങ്ങനെ വരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി ഓസ്മോസിസ് എന്ന് പറഞ്ഞാലോ? വെള്ളത്തിന്റെ ആഗിരണം നടക്കുമ്പോൾ വെള്ളത്തിന്റെ പോക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ഓസ്മോസിസ്. എന്തതിന് പറയുന്ന പേര്? ഓസ്മോസിസ്. ഓക്കെ. ഇതല്ലാതെയും ചില കൈമാറ്റം നടക്കുന്നുണ്ടെന്നാ പറയണത്. അതായത് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഈ 3 തരത്തിലല്ലാതെയും ചില കൈമാറ്റം നടക്കുന്നുണ്ട്. അതെന്താ ഈ 3 തരത്തിലല്ലാത്തൊരു ടൈപ്പ്? ശ്രദ്ധിക്കൂ. നിങ്ങള് ജ്യൂസ് കുടിക്കാറില്ലേ? എങ്ങനെ ജ്യൂസ് കുടിക്കാറ്? ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. സ്ട്രോ വെച്ചിട്ട് എന്ത് ചെയ്യും? വെറുതെ നമ്മളൊരു സ്ട്രോ ജ്യൂസിലിടുന്നു. സ്ട്രോ നമ്മൾ ജ്യൂസിലിടുന്നു. എന്നിട്ട് മറ്റേ അറ്റത്ത് നമ്മുടെ വായ നമ്മൾ വെക്കുന്നു, ചുണ്ട് നമ്മൾ വെക്കുന്ന താമസം ജ്യൂസ് ഇങ്ങോട്ട് ഓടി വന്ന് കുഴലിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വയറ്റിലേക്ക്, നമ്മുടെ വായിലേക്ക് ഇങ്ങോട്ട് പാഞ്ഞ് കയറും. അതാണ്. അല്ലാതെ ജ്യൂസിന്റെ ഉള്ളിൽ നമ്മളൊരു സ്ട്രോയും അപ്പുറത്ത് വായും വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് കുഴലിലൂടെ ഓടി വരുമോ? ജ്യൂസിന് അങ്ങനെ അതാണ്. അങ്ങനെ ഓടി വന്നാൽ അത് ഡിഫ്യൂഷനായി, ഓസ്മോസിസ് ആയി. അവർ ഓടി വരുന്ന സംഗതികളാണ് ഡിഫ്യൂഷനും ഓസ്മോസിസും ഒക്കെ. പക്ഷെ ഇത് ഓടി വരുന്നതാണോ? അല്ല. ഇത് നമ്മൾ എന്ത് ചെയ്തു? ആ സ്ട്രോയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു വലിയണം അല്ലേ? വലിച്ചപ്പോ അതിന്റെ ഉള്ളിലെ വായു ആദ്യം വന്നു, പിന്നാലെ ആര് വന്നു? ജ്യൂസ് ഇങ്ങനെ പിന്നാലെ ഓടി വന്നു. അതുപോലെ ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ ജ്യൂസ് കുടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലിക്കണം. വേണ്ടേ? ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണമെന്ന് വെച്ചോ, ഇതുപോലെ ജ്യൂസ് കൊടുക്കുകയാണെങ്കിൽ വെറുതെ സ്ട്രോ ഇട്ട് കൊടുത്താൽ അവർ കുടിക്കുവോ? ഇല്ല. അവര് നമ്മൾ എന്ത് ചെയ്യും? സ്പൂണിലാക്കിയിട്ട് നമ്മൾ കൊടുക്കും അല്ലേ? ശരിയല്ലേ? ഇനി അതല്ല, നമ്മൾ പറയാണ്, ഇപ്പോ ബോധമില്ലാതെ കിടക്കുന്ന ഒരാളുടെ ചുണ്ടിലേക്ക് നമ്മൾ സ്ട്രോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വലിച്ചു കുടിക്കുവോ? ഇല്ല. അപ്പൊ ഈ വലിച്ചു കുടിക്കണമെങ്കിൽ നല്ല ഉണർവോടെ, ഉഷാറോടെ അല്ലേ? അതായത് ബോധത്തിലുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അയാൾ എന്ത് ചെയ്യണം? അവിടെ ജ്യൂസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പറയൂ. വലിക്കണം. വേണ്ടേ? അതിന് അയാൾക്ക് എനർജി വേണം. അയാളുടെ എനർജി അയാൾ അവിടെ ഉപയോഗിക്കണം. കേട്ടാ? അതായത് ജ്യൂസിന്റെ എനർജി അല്ല. നേരത്തെ നമ്മൾ പറയണത് ചന്ദനത്തിരി കത്തിച്ചാൽ
അതിന്റെ പുക എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പോകുന്നു. അത് ഒരു എനർജിയുടെ ആവശ്യമില്ല. ഒരു മിനിറ്റ് കേട്ടാ. പക്ഷെ ഒരു വോയിസ് ഇട്ടിട്ട് വരാം. 8ാം ക്ലാസ് 8ാം ക്ലാസ്സുകാരെ, ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടാ. ഇപ്പോ ലിങ്കിടും. ഒരു 5 മിനിറ്റ് കേട്ടാ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും കേട്ടാ. എട്ടാം ക്ലാസ്സുകാരെ, ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടാ. 8ാം ക്ലാസ്സുകാരെ, ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടാ. നേരത്തെ വോയിസിന് ശബ്ദമില്ലാത്തതിന് എന്തൊക്കെ അലക്കുകൾ അവിടെ നിന്ന് അലക്കണം. അതെ കേട്ടാ, ശരി. ഓക്കെ, തുടങ്ങാം. 9ാം ക്ലാസ്സിൽ നമുക്ക് അവസാനിപ്പിക്കാറായി. നോക്ക്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെയും ചെറുകുടലിൽ നിന്നും വൻകുടലിൽ നിന്നും എല്ലാം എന്താ പറയാ പ്രോട്ടീൻസും, അതായത് ചില ലവണങ്ങൾ, വെള്ളമൊന്നല്ല, ചില ലവണങ്ങൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില ലവണങ്ങൾ ചിലപ്പോൾ തീരെ കുറവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോ ഈ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഒരു ഭാഗത്ത് കൂടിയ അളവിലും മറ്റേ ഭാഗത്ത് കുറഞ്ഞ അളവിലുണ്ടെങ്കിലാണ് ഡിഫ്യൂഷൻ നടക്കുള്ളൂ. കേൾക്കണ്ട? ഇപ്പൊ ചന്ദനത്തിരി ഒരു റൂമിൽ കത്തിച്ചു വെച്ചാൽ അടുത്ത റൂമിലേക്കൊക്കെ ഇങ്ങനെ പരക്കുന്നു. പരന്ന് എന്തോരം പരക്കും അത്? തൃശ്ശൂർ അങ്ങാടി എത്തുമോ? നമ്മുടെ വീട്ടിൽ നിന്നാ മണം എത്തുമോ? ഇല്ല. അപ്പോഴേക്കും അത് കഴിഞ്ഞു. അപ്പൊ ആ റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് എത്തും. അവിടുന്ന് വേണമെങ്കിൽ അടുത്ത റൂമിലേക്ക് എത്തും. ചിലപ്പോൾ ഉമ്മറം വരെ എത്തും. അത് കഴിയുമ്പോഴേക്കും അത് കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എല്ലായിടത്തിലും ഈക്വലായി. അപ്പൊ അതാണ്, ഒരു ഭാഗത്ത് അളവ് കൂടുതൽ ഉണ്ടാവുമ്പോൾ കൂടുതലുള്ളിടത്തുനിന്ന് മാത്രമേ അടുത്ത ഭാഗത്തേക്ക് അത് പോവുള്ളൂ. അതാണ് ഡിഫ്യൂഷൻ. എന്നാൽ ഇങ്ങനെ കൂടുതലില്ലാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന്, നമ്മളിപ്പോ ഭക്ഷണം കുറവാണ് കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഗാലക്ടോസും ഒക്കെ കുറവാണ്. അല്ലെങ്കിൽ എന്താണ് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഒക്കെ കുറവാണ്. അപ്പൊ കുറവാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേ പോകാനൊന്നും സാധിക്കില്ല. അപ്പോ എന്ത് ചെയ്യുന്ന പറയണത്, നമ്മുടെ ശരീരത്തിന്റെ, അതായത് നമ്മൾ ഈ പറഞ്ഞില്ലേ ചെറുകുടലിന്റെയും വൻകുടലിന്റെയും എല്ലാം ചർമ്മങ്ങൾ, അതിന്റെ ത്വക്ക് അല്ലെങ്കിൽ അതിന്റെ തൊലി, ആ തൊലി ചിലപ്പോൾ എന്താണെന്ന് പറയണത്, എണ്ണം കുറവാണെങ്കിൽ അവർ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരങ്ങോട്ട് വലിച്ചെടുക്കും എന്നാ പറയണത്. കേൾക്കണ്ട? എന്താ ചെയ്യണത്? വലിച്ചെടുക്കും. ആര് വലിച്ചെടുക്കും? ഈ തൊലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്ലഡിന്റെ കുഴല്, അതുപോലെ ലാക്റ്റിയല്, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിനെന്ത് ചെയ്യും? വലിച്ചെടുക്കും. അപ്പൊ വലിച്ചെടുക്കാനായിട്ട് അവിടെ അവർ എനർജി ഉപയോഗിക്കുന്നു. കേട്ടുക? അങ്ങനെ എനർജി ഇവർ ഉപയോഗിച്ചിട്ട് അതിനെ വലിച്ചെടുക്കുമ്പോൾ അതിനും ഒരു പേരുണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് അതിനെ പറയുന്ന പേര്. എന്താ അതിനെ പറയുന്ന പേര്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായ? വ്യത്യാസം എന്താണെന്ന് മനസ്സിലായ? അപ്പൊ 4 രീതികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 4 രീതികൾ. ഏതൊക്കെയാ 4 രീതികൾ എന്ന് പറഞ്ഞേ? വെരി ഗുഡ്. ഓരോന്നും എന്തിനൊക്കെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയും. അതിലൂടെ ഏതൊക്കെയാ പോണത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. പിന്നെയോ ആക്റ്റീവ്, മറ്റേ എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലാത്ത ഡിഫ്യൂഷൻ എന്താ പറഞ്ഞത് നമ്മള്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതിലൂടെ ഏതൊക്കെയാ പോണത്? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, പിന്നെ ഏതാ? അമിനോ ആസിഡ് അല്ലേ? പിന്നെയോ ഓസ്മോസിസിലൂടെ ഏതാ പോണത്? വാട്ടർ. ഓക്കെ. ഇനിയോ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെ നടക്കുന്നത് ചില ലവണങ്ങൾ, മിക്കവാറും ലവണങ്ങൾ. ഏതാ ലവണങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വൻകുടല് പഠിക്കുമ്പോൾ അതിൽ പഠിച്ചില്ലേ ലവണങ്ങൾ? എന്താ പറയാ, നമ്മള് മിനറൽസ് അല്ല, അതിനെ പറയാ നമ്മള് സോൾട്ട് അല്ലെ? സോൾട്ട് പോലെയുള്ള ചില സാധനങ്ങൾ, സോൾട്ട് അതായത് ലവണങ്ങൾ, അത് ആഗിരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്?
പിന്നെ ചില സമയത്ത് ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ് ഇതിൻ്റെയൊക്കെ അളവ് കുറയുന്ന സാഹചര്യത്തിൽ അതിനെയും എന്ത് ചെയ്യും, വലിച്ചെടുക്കും. അത് ഈ പറയുന്ന ഭിത്തിയിലെ ചില നേരത്തെ പറഞ്ഞ ചില പ്രോട്ടീൻ പോലെയുള്ള ചില ഘടകങ്ങളാണ് അത് വലിച്ചെടുക്കുന്നത് കേട്ടോ. പ്രോട്ടീൻ പോലെയുള്ള ചില ഘടകങ്ങളാണ് അത് വലിച്ചെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഭാഗം കൂടിയാണ് പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. ഈ ബോക്സിലത്തെയാണ് കേട്ടോ പറഞ്ഞത്. ഇതൊക്കെ പഠിച്ചിട്ട് വരാം നന്നായിട്ട്. ബിഹൈൻഡ് അബ്സോർപ്ഷൻ. Absorption of simple nutrients from the small intestine take place along and against the concentration gradient. Simple diffusion, facilitated diffusion and osmosis are the movements of molecules from a region of higher concentration to region of lower concentration. കേൾക്കണ്ട? എന്താ? കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്തേക്ക് പോകുന്ന പ്രവർത്തനങ്ങളാണ് ഏതൊക്കെ? ഗാഢത കുറഞ്ഞോടത്തുനിന്ന് ഗാഢത കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തിലേക്ക് നടക്കുന്ന സംവിധാനമാണ് ഏത്? സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും പിന്നെ ഓസ്മോസിസും. അതിനെന്ത് വേണ്ട? ആസ് ദീസ് പ്രോസസ് ടേക്ക് പ്ലേസ് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റ്. അതായത് ഇതിന് വേണ്ട ഘടകം എന്താ? കോൺസെൻട്രേഷൻ. അതായത് കൂടുതൽ അളവ് കൂടിയാൽ ഇത് നടക്കും. അതുകൊണ്ട് അവിടെ എന്ത് വേണ്ട? എനർജി ഈസ് നോട്ട് റിക്വയർഡ്. അവിടെ എന്ത് വേണ്ട? എനർജി വേണ്ട. മനസ്സിലായോ പറഞ്ഞത്? പ്രത്യേകത അതാണ്. ഇനി സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും നോക്കാം. സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. Haven't you noticed the movement of molecule from higher concentrated region to lower concentrated region? Did you notice up to which stage of this flow continues? Higher stage നിന്ന് lower സ്റ്റേജിലേക്ക് കണ്ട ഇതിങ്ങനെ ഒഴുകുകയാണ്. ഒഴുകിയിട്ട് രണ്ട് ഭാഗത്തും ഈക്വൽ ആവുമ്പോൾ, ഈക്വൽ കോൺസെൻട്രേഷൻ ആവുമ്പോൾ ഇത് എന്ത് ചെയ്യും? നിൽക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ഡിഫ്യൂഷനിൽ സംഭവിക്കുന്നത്. കേൾക്കണ്ട? The absorption of fatty acid and glycerol to lactose take place by simple diffusion. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് simple diffusion. Diffusion can also take place without a permeable membrane, spread of water in air and spread of ink. അപ്പോൾ നമ്മൾ ചന്ദനത്തിരിയുടെയും മഷിയുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ മഷിയും ചന്ദനത്തിരിയും ഒക്കെ പരക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മെംബ്രെയിൻ ഉണ്ടാ. മഷി വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ളത്തിലാകെ കലരല്ലേ, അതിൻ്റെ ഇടയിൽ കോഴിമുട്ടയുടെ തുണ്ടെന്ന് കിട്ടുന്ന പാട വെച്ചിട്ടുണ്ടോ നമ്മള്? ഇല്ല. അതാണ് പറയണത്. അതായത് വിത്തൗട്ട് സെമി പെർമീബിൾ മെംബ്രെയിൻ, അതായത് കോഴിമുട്ട തൊണ്ട് പൊളിക്കുമ്പോൾ കിട്ടുന്ന പാടയാണ് സെമി പെർമീബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അർദ്ധധാര്യ സ്ഥലം എന്ന് പറയും മലയാളത്തില്. അതായത് ചെറുതായിട്ട് സാധനങ്ങളെ കടത്തി വിടുന്നത് എന്നർത്ഥം. അപ്പൊ അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് ഡിഫ്യൂഷൻ നടക്കാറുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് മണം, അതുപോലെ മഷി വെള്ളത്തിൽ കലങ്ങുന്നതൊക്കെ അതിന് ഉദാഹരണമാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തുണ്ട്? ഒരു പെർമീബിൾ മെംബ്രെയിൻ ഉണ്ട്. കോഴിമുട്ടത്തൊണ്ടിന്റെ പാട പോലത്തെ ഒരു പാട, ഒരു ചർമ്മം ഇവിടെ ഉണ്ട് അല്ലേ? ആ ചർമ്മത്തിന്റെ ഉള്ളിൽ കൂടെ അല്ലേ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? അതാണ്. അപ്പൊ അതിലേക്കാണ് ഇത് കിടക്കുന്നത്. The diffusion of some molecule take place with the help of portion molecules present in the cell membrane. അപ്പോ പ്രോട്ടീൻ മോളിക്യൂൾസ് സെൽ മെംബ്രെയിനിലുള്ളതിന് അനുസരിച്ചിട്ടാണ് ഡിഫ്യൂഷൻ ചില മോളിക്യൂൾസിൽ നടക്കുന്നത്. ദിസ് ഫെസിലിറ്റേറ്റഡ്, ഇതിനെ പറയുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതായത് ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ്, എങ്ങനെയാണ് നടക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോളിക്യൂൾസ്. കേട്ടോ? അങ്ങനെ ആ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസിൽ നടക്കുന്ന ഡിഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്താ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ദ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ് ആൻഡ് സം അമിനോ ആസിഡ് ഇൻടു ബ്ലഡ് കാപ്പിലറീസ് ടേക്ക് പ്ലേസ് ബൈ ദിസ് പ്രോസസ്. ഇപ്പോൾ ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ഒക്കെ ഈ രീതിയിലാണ് പലപ്പോഴും സംഭവിക്കാറ്. ഇനി ഓസ്മോസിസ് എന്താ? Absorption of water take place by osmosis.
Osmosis is the movement of water molecule from a region of higher concentration to a region of lower concentration through semi-permeable membrane. Osmosis നടക്കുന്നത് ഹയർ കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഏരിയയിലേക്കാണ്. അത് നടക്കുന്നതിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, എന്തുണ്ടെന്നാ പറയണത്? എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ത്രൂ ദിസ് happens a long concentration gradient. Along the concentration gradient, this is applicable only to water molecules. അപ്പോ നോക്ക, ഇവിടെ കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റ് വേണം എന്ന് വെച്ചാൽ വെള്ളം ഒരു ഭാഗത്ത് കൂടുതലും, അതായത് ഇവിടെയും നേരത്തെ പറഞ്ഞ ഒരു ഘടകമുണ്ട്. ഏത് ഘടകം? ഒരു ഭാഗത്ത് ഗാഢത കൂടുതലും ഒരു ഭാഗത്ത് ഗാഢത കുറവും വേണം. അതായത് ഗാഢത അനുകൂലം എന്ന് പറയും നമ്മൾ, ഗാഢതാനുകൂലം. കേൾക്കണ്ട? ഗാഢത ക്രമത്തിന് അനുകൂലമായിരിക്കണം എന്ന് പറയും. ഗാഢത കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തേക്ക് പോവുള്ളൂ. അതാണ് ഇവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇത് ഏതിനാ നടക്കാറുള്ളൂ? വെള്ളത്തിന് മാത്രം, വാട്ടർ മോളിക്യൂൾസിന്. കേട്ടാ, ഏതിനാ നടക്കുന്ന കാര്യം പറയണത്? നമ്മള് ഓസ്മോസിസ് എന്ന് പറയുമ്പോ അപ്പൊ ആലോചിക്കുക, ആരുടെ കാര്യം പറയണത്? നമ്മള് ആരുടെ കാര്യം പറയണത് ഓസ്മോസിസ് എന്ന് പറയുമ്പോ? വാട്ടർ. ഓക്കെ. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. In some instances, absorption takes place against the concentration gradient. Molecules are absorbed from a region of lower concentration to region of higher concentration by utilizing energy and with the help of carrier protein. This process is called active transport. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഗാഢതയ്ക്ക് വിപരീതം, അതായത് കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തിലേക്ക് പോകുന്നതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിന്റെ വിപരീതം എന്ന് പറഞ്ഞാൽ എന്താ? കുറവുള്ളിടത്തുനിന്ന് കൂടുതലുള്ളിടത്തിലേക്ക് പോകുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ യൂട്ടിലൈസിങ് എനർജി, അപ്പൊ ഇവിടെ എന്ത് വേണം? എനർജി യൂട്ടിലൈസ് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. അപ്പൊ ഇവിടെയും എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് കാരിയർ പ്രോട്ടീൻ ആണ് കേട്ടാ. ആ വാക്കുകൾ, പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് പോയിന്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടാ. നമ്മളിങ്ങനെ വെറുതെ വായിച്ചു പോവല്ല, അത് ശ്രദ്ധിക്കണം. This process is called active transport. Okay. അപ്പോൾ ഇത് നടക്കുന്ന ഒരു സാഹചര്യം കൂടി പറയുന്നത്. When concentration of glucose, salt, etc. decreases in small intestine, absorption take place by active transport. ഇപ്പോൾ ഗ്ലൂക്കോസും സോൾട്ടും സ്മോൾ ഇൻഡസ്റ്റൈനിൽ കുറയുന്നു എന്ന് വിചാരിച്ചോ. സ്മോൾ ഇൻഡസ്റ്റൈനിൽ കുറയും, ചെറുകുടലിൽ ഇതിന്റെ അളവ് കുറവ്. അപ്പൊ എന്ത് നടക്കില്ല? ഡിഫ്യൂഷൻ നടക്കില്ല. ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഇതിന്റെ അളവ് കൂടുതലും രക്തക്കുഴലിൽ ഇതിന്റെ അളവ് കുറവായിരിക്കണം. മനസ്സിലായ? അപ്പോഴാണ് കൂടുതലുള്ളടത്തുനിന്ന് കുറവുള്ളടത്തിരിക്കുക. ഇത് നേരെ തിരിച്ച്, സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഇത് കുറവ്, രക്തക്കുഴലിലോ ആവശ്യത്തിനില്ല, അതിലുണ്ട് പക്ഷെ അതിന് തികയില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെയും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്ന പറയുന്നത്. Thus, based on the requirement of cell, maximum glucose and salt enter the blood without any loss. Okay? പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പരീക്ഷ നടത്താം. ഇനി കഴിഞ്ഞു, ഇതിൽ വേറെ ഒന്നും ഇല്ല കേട്ടോ. അതിലിനി ലെറ്റേഴ്സ് അസസ് ആണ്, ഇതൊക്കെ പഠിച്ചിട്ട് വരില്ലേ? അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ഫിസിക്സ് ആണ്. അതിന്റെ മുൻപ് നമ്മളൊരു ടെസ്റ്റ് പേപ്പർ നടത്തും. ഇത് എഴുതണം കേട്ടോ നിങ്ങൾ. ഇതിന്റെ ആൻസർ കണ്ടെത്തില്ലേ നിങ്ങൾ? ഓക്കെ കേട്ടാ. എന്ത് ഏതാ? പരീക്ഷയുടെ ടൈം നമ്മൾ ഇതുപോലെ ക്ലാസ് തുടങ്ങണതിന് മുൻപാണ് വെക്കുള്ളൂ. വേറെ ടൈം വേറെ വെക്കണില്ല ഞാൻ. കാരണം അത് തലവേദനയാവുക. പല ആൾക്കാർക്കും നമ്മൾ പറയുന്ന ടൈം പറ്റണില്ല. പിന്നെ പല പല ടൈമിൽ ഞാൻ പരീക്ഷ നടത്തണം. അതിലും ഭേദം ഈ ക്ലാസ് തുടങ്ങണതിന് മുൻപ് ഒരു 5 മിനിറ്റ് തന്നാ പോരെ? ടാ, അത് നല്ലത്. ഞാൻ ക്ലാസ് ഒരു നേരം, പരീക്ഷ വേറെ നേരം ആവുമ്പോഴേ അത് എളുപ്പമല്ല. ശരി, അപ്പൊ ഞാൻ പോയിക്കോളൂ നിങ്ങൾ കേട്ടാ. നേട്ട ക്ലാസ്സുകാരെ ഇതാകട്ടെ. Okay, welcome.